Here? Nothing. I am a caveman. I am enjoying Bleacher's beauty. Yes, bro. It is very beautiful. But I want to relieve my job pain here. Can we friends? Yes. Of course. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മിസ്റ്റർ മെൽ. അപ്പോൾ നമ്മൾ ടി വിയിലും യൂട്യൂബിലെല്ലാം നമ്മൾ പലതരം കാർട്ടൂൺ വീഡിയോസ് കാണലുണ്ട്. ഇതേപോലുള്ള കാർട്ടൂൺ വീഡിയോസ് എങ്ങനെയാണ് നമ്മളെ ഫോണിൽ നമുക്ക് അതിനകത്ത് കോഡിങ് സ്കില്ലും കാര്യങ്ങളും നമുക്ക് ആനിമേഷൻ്റെ സ്കില്ലൊന്നും ഇല്ലാണ്ട് നമുക്ക് എങ്ങനെയാണ് സിമ്പിളായിട്ട് നമുക്ക് ഈ രീതിയിലുള്ള കാർട്ടൂൺ വീഡിയോസ് എങ്ങനെയാണ് നമ്മളെ ഫോണിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതിന് വേണ്ടിയിട്ടൊരു ആപ്ലിക്കേഷൻ എന്തുകൊണ്ട് കാണിച്ചു തരാൻ മതി. നമുക്കിപ്പോൾ അതിനകത്തൊന്നും സ്കില്ലൊന്നും ഇല്ലാണ്ട് നമുക്ക് 3D മോഡലുള്ള ഒറിജിനൽ നമുക്കൊരു കാർട്ടൂൺ എന്ന രീതിയിൽ നമുക്ക് ഉണ്ടാക്കി നമുക്ക് വേണമെങ്കിൽ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ എന്തെങ്കിലും കാണിച്ചു തരാൻ മതി. നിങ്ങൾ ഈ വീഡിയോൻ്റെ ഇൻട്രോയിൽ കണ്ടിട്ടുള്ള ആ ഒരു കാർട്ടൂൺ വീഡിയോ ഞാൻ ആ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ആ രീതിയിൽ നമുക്ക് പലതരം കാർട്ടൂൺ വീഡിയോസ് നമുക്ക് ഉണ്ടാക്കാം, നമ്മളെ ഫോൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുന്ന നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് കാർട്ടൂൺ ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ ഫുള്ളായിട്ട് കാണുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ കൂട്ടുകാരിലേക്കും ഷെയറും ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് എന്ന് പറഞ്ഞാൽ പ്ലോട്ടഗൺ സ്റ്റോറി എന്നാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒറിജിനൽ കാർട്ടൂൺ വീഡിയോസ് നമ്മളെ ആൻഡ്രോയിഡ് ഫോണിൽ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ, അതിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രീമിയം വേർഷൻ നിങ്ങൾക്ക് വേണ്ടിക്കൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അതിൻ്റെ പ്രീമിയം വേർഷൻ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് ആ കാര്യങ്ങൾ അതിൻ്റെ വീഡിയോ ഞാൻ വേറെ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വേർഷൻ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ പ്രീമിയം അല്ലാത്ത സാധാരണ ഫ്രീ വേർഷനാണ്. ഇതിൽ നമുക്ക് എല്ലാ ക്യാരക്ടേഴ്സും നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ക്യാരക്ടേഴ്സ് മാത്രമേ നമുക്ക് ഉണ്ടാവും. കുറച്ച് ക്യാരക്ടേഴ്സും പിന്നെ കുറച്ച് സീൻസും കാര്യങ്ങളും മാത്രമേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് അത് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു കാർട്ടൂൺ എങ്ങനെ ക്രിയേറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ ഒരു ചെറിയൊരു രീതിയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. ഓപ്പൺ ആയതിനു ശേഷം ആ ഒരു ക്രിയേറ്റ് ന്യൂ വീഡിയോ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പുതിയതായിട്ടൊരു കാർട്ടൂൺ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. അതിൽ നമുക്ക് വേണ്ടുന്ന സീനും നമുക്കിപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ എന്താണ് വേണ്ടത് ആ കാര്യങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മളെ ക്യാരക്ടേഴ്സ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ അവർ തമ്മിലുള്ള കോൺവെർസേഷൻ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഞാനിപ്പോൾ ഇതിൽ ഓൾറെഡി ഉള്ള ഒരു ഫ്രീ വേർഷനിലുള്ള കുറേ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൽ ഫ്രീ എന്ന് പറയുന്നത് കാണിക്കുന്നത് മാത്രമാണ് നമുക്ക് ഫ്രീ ആയിട്ട് ഡയറക്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അതല്ലാണ്ട് ആ ഒരു കാർട്ടിൻ്റെ ചിഹ്നമുള്ള നമുക്ക് പൈസ കൊടുത്താൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇതിൻ്റെ പ്രീമിയം വേർഷൻ എൻ്റെ അടുത്ത് അതെങ്ങനെ ഡൗൺലോഡ് ചെയ്യേണ്ടത് ആ ഒരു വീഡിയോ ഞാൻ വേണ്ടി വേറെ തന്നെ ചെയ്യുന്നതായിരിക്കും. ആ ഒരു ഫ്രീ വേർഷനിൽ നമുക്ക് ഈ ഒരു കാർട്ട് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനുള്ള എല്ലാ കാര്യം നമുക്ക് ഫ്രീ ആയിട്ട് അൺലോക്ക് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടെല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു പ്രീമിയം വേർഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് ഈ ഒരു കാർട്ടിൻ്റെ കാണിക്കുന്ന ആ ഒരു ഭാഗങ്ങളിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് പലതരം ബാക്ക്ഗ്രൗണ്ട് ഈ ഒരു ആപ്ലിക്കേഷനിലുണ്ട്. ഞാനിപ്പോൾ ഇതിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ക്യാരക്ടേഴ്സ് നമുക്ക് ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. പക്ഷേ ഒരു ഫ്രീ വേർഷനിൽ നമുക്ക് കുറച്ച് ക്യാരക്ടേഴ്സ് മാത്രമേ നമുക്ക് ഡയറക്റ്റായിട്ട് അൺലോക്ക് ആയിട്ട് കിട്ടുകയുള്ളൂ. പക്ഷേ അതല്ലാണ്ട് നമുക്ക് ഒറിജിനൽ നമുക്കൊരു ക്യാരക്ടേഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. നമ്മളുടെ രീതിയിൽ നമുക്ക് ഒരു ക്യാരക്ടർ നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. അതല്ലാണ്ട് കുറേ ക്യാരക്ടേഴ്സ് അത് കൂടാണ്ട് തന്നെ ഉണ്ട്. പക്ഷേ ഈ ഒരു ക്യാരക്ടേഴ്സിൽ ആ ഒരു കാർട്ടിൻ്റെ ചിഹ്നം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ പൈസ കൊടുത്തിട്ട് വാങ്ങേണ്ടി വരും. ഈ ക്യാരക്ടേഴ്സിൽ നമുക്ക് ഫ്രീ ആയിട്ട് അൺലോക്ക് ചെയ്തിട്ട് കിട്ടുന്ന ആ ഒരു ട്രിക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതാണെങ്കിൽ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ നിന്ന് ഒരു ക്യാരക്ടേഴ്സിനെ ഞാൻ സ്വന്തമായിട്ടൊരു ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ആ ഒരു റോക്കി ബൈ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. അതിലാണ് നമുക്ക് ഇഷ്ടമുള്ള ക്യാരക്ടർ നമുക്ക് ആ ഒരു ക്രിയേറ്റ് ക്യാരക്ടർ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്യാരക്ടർ ഈ ഒരു ഭാഗത്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് മെയിൽ വേണ്ടിക്ക് മെയിൽ, ഫീമെയിൽ ഏത് ക്യാരക്ടർ വേണ്ടിക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ആ ഒരു ക്യാരക്ടേഴ്സ് നമുക്ക് ഫുള്ളായിട്ട് മോഡിഫൈ ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് മാറ്റാൻ സാധിക്കുന്നതായിരിക്കും. ഞാനിപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ക്യാരക്ടേഴ്സിനെ നിങ്ങൾക്ക് മോഡിഫൈ ചെയ്ത് കാണിച്ചു തരാം. ഞാനിപ്പോൾ ആ ഒരു ക്യാരക്ടറിൻ്റെ ഫേസ് നിങ്ങൾക്ക് ആ ഒരു ഫേസിൻ്റെ ഒരു ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ആ ഒരു ക്യാരക്ടറിൻ്റെ ഫേസ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാറ്റാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ നമുക്ക് ആ ഒരു ക്യാരക്ടറിൻ്റെ ഹെയർ വേണ്ടി ഹെയർ സ്റ്റൈൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. പിന്നെ അതേപോലെ നമുക്ക് അഥവാ സ്പെക്സ് വെക്കണമെങ്കിൽ അങ്ങനെ സ്പെക്സ് വെക്കാം. അതല്ലാണ്ട് നമുക്ക് ഈ ഒരു ക്യാരക്ടറിൻ്റെ ഷർട്ട്, പിന്നെ ഷൂസ്, പിന്നെ നമ്മൾ ഈ ഒരു കാർട്ടൂൺ ക്യാരക്ടറിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. എന്നിട്ട് നമുക്ക് സ്വന്തമായിട്ട് ഒരു ക്യാരക്ടർ നമുക്ക് ഡയറക്റ്റായിട്ട് ബിൽഡ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും.
ഞാനിപ്പോൾ ഒരു ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാരക്ടറിനെ ഇനി നമുക്ക് ആ ഒരു സീനിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഈ ഒരു ക്യാരക്ടറിനെ ആഡ് ചെയ്യുന്നതാണ്. അതിന് മുമ്പായിട്ട് നിങ്ങൾ ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ബാക്ക് അടിക്കുന്നതാണെങ്കിൽ അത് കുറച്ച് സമയം ലോഡാകുന്നതായിരിക്കും. അങ്ങനെ ലോഡായതിനു ശേഷം നമുക്ക് ആ ഒരു ക്യാരക്ടറിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഭാഗത്തേക്ക് വരുന്നതായിരിക്കും. ഞാനിപ്പോൾ ആ ഒരു ക്യാരക്ടറിനെ ഇപ്പം കംപ്ലീറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ആ ഒരു ക്യാരക്ടറിനെ ക്ലിക്ക് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ആ ഒരു ക്യാരക്ടർ നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് ആഡ് ആകുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് ആ ഒരു ക്യാരക്ടറിൻ്റെ പൊസിഷൻ മാറ്റേണ്ടെങ്കിൽ അങ്ങനെ പൊസിഷൻ മാറ്റാം. നമുക്കത് ലെഫ്റ്റാണ് വേണ്ടത്, റൈറ്റാണ് വേണ്ടത്, ആ രീതിയിൽ നമുക്ക് പൊസിഷൻ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് മാറ്റാൻ സാധിക്കുന്നതായിരിക്കും. ഈ ഒരു രീതിയിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നതായിരിക്കും ആ ഒരു ക്യാരക്ടർ ഈ ഒരു ഭാഗത്തായിട്ട് വന്നിട്ടുണ്ട്, നമ്മുടെ ഫ്രണ്ടിലായിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ എൻ്റെ രണ്ടാമത്തെ ക്യാരക്ടറിനെ സെലക്ട് ചെയ്യാൻ തുറക്കുന്നതാണ്. ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വേറൊരു ക്യാരക്ടറാണ് ആ ഒരു റോക്കി ബായ് എന്ന് പറയുന്ന ക്യാരക്ടർ. അതും ഞാനിപ്പോൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആ ഒരു സീനിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് ആ ഒരു നമ്മൾ ഫസ്റ്റ് സെലക്ട് ചെയ്തിട്ടുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ടെല്ലാം നമുക്ക് വേറൊരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് സീൻ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ആ രീതിയിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത സീനും കാര്യങ്ങളും ആഡ് ചെയ്തിട്ട് നമുക്ക് ഒരു കാർട്ടൂൺ മൂവി പോലെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ആ രണ്ട് ക്യാരക്ടറും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് നമ്മൾ ഒരു ചാറ്റിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് ഏത് ക്യാരക്ടറാണ് സ്പീക്ക് ചെയ്യേണ്ടത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഞാനിപ്പോൾ ഒരു ക്യാരക്ടർ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു ക്യാരക്ടർ എന്താണെന്ന് നിങ്ങൾക്ക് പറയേണ്ടത് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ റെക്കോർഡും ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ സൗണ്ട് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് എന്നാൽ നിങ്ങൾക്ക് ആ ഒരു ക്യാരക്ടർ പറയേണ്ടത് അത് നിങ്ങൾ ഡയറക്റ്റായിട്ട് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതാണെങ്കിൽ ആ ഒരു ക്യാരക്ടർ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു വാക്ക് പറയുന്നതായിരിക്കും. നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ട് എന്തൊക്കെ എക്സ്പ്രഷൻ വേണ്ടത് ആ കാര്യങ്ങൾ നമുക്ക് ആ ഒരു ക്യാരക്ടറിനെ കൊണ്ട് നമുക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾ ക്യാരക്ടർ എങ്ങനെയാണെന്ന് പറയേണ്ടത് ആ കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾ ആ ഒരു ക്യാരക്ടർ സംസാരിക്കേണ്ട ആ ഒരു വാക്ക് നിങ്ങൾ ടൈപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം ആ ഒരു റെക്കോർഡിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ സൗണ്ട് കൊടുക്കുന്നതിന് അങ്ങനെ സൗണ്ട് കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ടൈപ്പ് ചെയ്ത കാര്യങ്ങൾ ഡയറക്റ്റായിട്ട് ആ ഒരു ക്യാരക്ടർ പറയുന്നതായിരിക്കും. ഞാനിപ്പോൾ ടൈപ്പ് ചെയ്ത കാര്യമാണ് ഇപ്പോൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് രണ്ടാമത്തെ ക്യാരക്ടർ എന്താണ് അതിൻ്റെ റിപ്ലൈ ആയിട്ട് എന്താണ് രണ്ടാമത്തെ ക്യാരക്ടർ പറയുന്നത് ആ കാര്യം സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ രണ്ടാമത്തെ ക്യാരക്ടർ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ റിപ്ലൈ നമ്മളിപ്പോൾ ഫസ്റ്റ് ക്യാരക്ടർ പറയുന്ന ആ ഒരു കാര്യത്തിൻ്റെ റിപ്ലൈ ആയിട്ട് നമ്മുടെ സെക്കൻഡ് ക്യാരക്ടർ എന്നാണ് പറയേണ്ടത് ആ കാര്യങ്ങൾ ഇപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതാണ്. ആ രീതിയിൽ നമുക്ക് രണ്ട് ക്യാരക്ടറും പറയുന്ന ആ ഒരു കോൺവെർസേഷൻ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾ ആ ഒരു ക്യാരക്ടർ സംസാരിക്കുന്ന ആ കാര്യങ്ങൾ സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ അടുത്ത സീനിലേക്ക് വേണമെങ്കിൽ വേറൊരു സീൻ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾ ആ ഒരു കാർട്ടൂൺ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആ ഒരു എക്സ്പോർട്ടിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതാണെങ്കിൽ അതിനുശേഷം ആ ഒരു റെൻഡർ വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാകും. അത് ക്ലിക്ക് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് എക്സ്പോർട്ട് വിത്ത് സബ് ടൈറ്റിൽ ഉണ്ടാവും, വിത്തൗട്ട് സബ് ടൈറ്റിൽ ഉണ്ടാവും. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഒരു ഓപ്ഷൻ കൊടുക്കുന്നതാണെങ്കിൽ ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഒരു കാർട്ടൂണ് ഡയറക്റ്റായിട്ട് ആ ഒരു ഗാലറിയിലൊക്കെ നിങ്ങൾക്ക് സേവ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഞാനിപ്പം സേവ് ടു ഗാലറി എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുന്നതാണ്. അങ്ങനെ സേവ് ടു ഗാലറി എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ ഗാലറിയിലേക്ക് നിങ്ങളിപ്പം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു കാർട്ടൂൺ വീഡിയോ നിങ്ങൾക്ക് സേവ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാർട്ടൂൺ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് അതും നിങ്ങളെ ആൻഡ്രോയിഡ് ഫോൺ മാത്രം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു കാർട്ടൂൺ ഇപ്പോൾ സേവ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കാർട്ടൂൺ നിങ്ങൾക്ക് പ്ലേ ചെയ്തിട്ടും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലുള്ള ടെക്നോളജി വീഡിയോസ് എനിക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണെന്ന് വീഡിയോ ആണെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.